കഴിഞ്ഞ ദിവസമാണ് വയനാട് മാനന്തവാടിയിൽ മനുഷ്യരിലെ ആരോഗ്യ പരീക്ഷണത്തിന്റെ വാർത്ത 24 പുറത്തു കൊണ്ടുവന്നത്. ആ അനധികൃത ആരോഗ്യ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. അന്വേഷണം നടത്തി 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് നിർദ്ദേശം. സംഭവത്തിൽ ആരോഗ്യവകുപ്പിന് പുറമെ പട്ടികവർഗ വകുപ്പും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 ബിഗ് ഇമ്പാക്ട്. മാനന്തവാടിയിലെ മനുഷ്യാരോഗ്യ പരീക്ഷണവുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ അന്വേഷണമാണ് നടക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തിന് പുറമെ പട്ടികവർഗ വകുപ്പും അന്വേഷണം പ്രഖ്യാപിച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തു. 24 പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഗൗരവതരമായ ഇടപെടൽ. മനുഷ്യാരോഗ്യ പരീക്ഷണത്തിൽ സ്വമേധയാ കേസെടുത്തു. വയനാട് ജില്ലാ കളക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും അന്വേഷണം നടത്തി 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. ഏപ്രിൽ 8-ന് സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. വിഷയത്തിൽ പട്ടികവർഗ വകുപ്പും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വകുപ്പ് തലത്തിലൊരു അന്വേഷണം ആദ്യം നമ്മൾ നടത്തും. അവരുടെ അമേരിക്ക ഏജൻസി എന്ന് പറയുന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയും കൂടി വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അതുകൂടി അന്വേഷിക്കും. 24 വാർത്തയ്ക്ക് പിന്നാലെ ആരോഗ്യമന്ത്രി ഇന്നലെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. അന്വേഷണത്തിനായി DMOയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും വനിതാ ശിശുക്ഷേമ ഡയറക്ടർക്കുമാണ് മേൽനോട്ടം. തലപ്പുഴ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ആർത്തവവുമായി ബന്ധപ്പെട്ട സെമിനാറിലായിരുന്നു വിദ്യാർത്ഥികൾക്ക് മെൻസ്ട്രൽ ഹെൽത്ത് കിറ്റ് എന്ന പേരിൽ വിരലിൽ അണിയാവുന്ന ഉപകരണം നൽകിയത്. ഈ ഉപകരണത്തിന്റെ ലക്ഷ്യം ആരോഗ്യ പരീക്ഷണമെന്ന് കോളേജ് ജീവനക്കാരുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡീൻ ചുമതല വഹിക്കുന്ന അധ്യാപകൻ പോസ്റ്റ് ഇട്ടിരുന്നു. അമേരിക്കയിലെ PC റോസി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിലെ പ്രൊഫസർ ധ്രുവ് ശേഷാദ്രിയാണ് ക്ലാസ് എടുക്കാൻ എത്തിയതെന്ന് എഞ്ചിനീയറിംഗ് കോളേജിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തം. സെമിനാറിന് ശേഷം ഇതേ സംഘം അനുമതിയില്ലാതെ എടവക അഗ്രഹാരം ഉന്നതിയിലെത്തി ആദിവാസി വിഭാഗത്തിലുൾപ്പെട്ട സ്ത്രീകളുടെ യോഗം ചേർന്നു. ഇതിനുശേഷം ഉപഹാരമായി നൽകിയത് മൈസൂർ പാക്കിനൊപ്പം സാനിറ്ററി നാപ്കിനുകൾ. ഇതിനെല്ലാം പിന്നിൽ ആർത്തവ ചക്രവുമായി ബന്ധപ്പെട്ട വിവരശേഖരണമെന്ന് പകൽ പോലെ വ്യക്തം. ഇനി നടക്കേണ്ടത് കൃത്യമായ അന്വേഷണം. ആരാണ് അമേരിക്കൻ ഏജൻസിയെ മാനന്തവാടിയിലേക്ക് കൊണ്ടുവന്നത്? എന്തിനാണ് വിവരശേഖരണത്തിന്റെ ഭാഗമായുള്ള വിരലിലണിയാവുന്ന മോതിരം വിദ്യാർത്ഥികൾക്ക് നൽകിയത്? ഉന്നതികളിൽ അനുമതിയില്ലാതെ കയറിയത് എന്തുകൊണ്ടാണ്? ഉത്തരങ്ങൾ അനവധി ലഭിക്കേണ്ടതുണ്ട്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. വളരെ ഗൗരവത്തോടുകൂടി സർക്കാർ ഈ വിഷയത്തെ കാണുന്നുണ്ട്. അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. നേരത്തെ സുർജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും അതുമായി ബന്ധപ്പെട്ട് ഉത്തരം കണ്ടെത്താനുണ്ട്. അത് ആ അന്വേഷണത്തിൽ വ്യക്തമാവട്ടെ.